പൂക്കളങ്ങളുടെ സമൃദ്ധിയുമായി മറ്റൊരു ഓണക്കാലം കൂടി എത്തുമ്പോൾ തികച്ചും വ്യത്യസ്തമായി പ്ലാസ്റ്റിക് കളമൊരുക്കി മാതൃകയാവുകയാണ് കോഴിക്കോട് മുക്കം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. കുറ്റിപ്പാലയിലുള്ള ഇവരുടെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഗോഡൌണിലാണ് അജൈവ മാലിന്യങ്ങൾ കൊണ്ട് അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ വസ്തുക്കളുമാണ് ഇവർ അത്തപ്പൂക്കളം ഒരുക്കാനായി ഉപയോഗിച്ചത്. നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും ഉപയോഗശൂന്യമായ പേപ്പറുകളും മറ്റു വേസ്റ്റുകളുമാണ് ഈ കളത്തിലെ പൂക്കൾ. സാധാരണ പൂക്കളം ഒരുക്കുന്നതിനേക്കാൾ ഇരട്ടി അധ്വാനവും സമയവുമാണ് ഇതിനായി ഇവർ ചെലവഴിച്ചത്. രാവിലെ മുതൽ മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് ഓരോ നിറങ്ങൾക്കനുസരിച്ച് വേർതിരിച്ച് കട്ട് ചെയ്തെടുത്ത ശേഷമാണ് മനോഹരമായ കളം തയ്യാറാക്കിയത്. വ്യത്യസ്തമായി എന്ത് ചെയ്യാമെന്ന ആലോചനയിൽ നിന്നാണ് ഇങ്ങനെയൊരു ആശയം ഉദിച്ചതെന്നും സാധാരണ പൂക്കളം ഇടുന്നതിനേക്കാൾ വലിയ അധ്വാനവും ബുദ്ധിമുട്ടുമായിരുന്നു ഇതിനെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഓണം എന്തെങ്കിലും ഒരു വെറൈറ്റി, എന്തെങ്കിലും ഒരു പ്രത്യേകത ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ തോന്നി വീടുകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കുന്ന അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ഒരു പൂക്കളം ഉണ്ടാക്കാനുള്ള തീരുമാനമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വീടുകളിൽ നിന്ന് ശേഖരിച്ച തുണി, പ്ലാസ്റ്റിക്കുകൾ, പിന്നെ പേപ്പറുകൾ, പിന്നെ പ്ലാസ്റ്റിക്കിലെ പല ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കൂടി ചേർത്ത് അരിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും കൂടി ഇങ്ങനെ ഒരു പൂക്കളം ഉണ്ടാക്കിയത്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ അരിയാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് സാധാരണ പൂവ് അരിഞ്ഞെടുക്കുന്ന ലാഘവത്തോടെ അത് അരിഞ്ഞെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കുറെ റിസ്ക് ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാണത് ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മൾ തള്ളുന്ന മാലിന്യങ്ങൾ പോലും കൃത്യമായി സംസ്കരിക്കേണ്ടതിന് സന്ദേശം നൽകുന്ന ഇവരുടെ ഈ സർഗാത്മക ശ്രമത്തിന് വലിയ അഭിനന്ദനങ്ങളാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.